അപ്പോൾ രാവിലെ എണീറ്റ് വന്ന വഴിക്ക് തന്നെ കണി ഉണ്ടായിരുന്നു, നമ്മൾ വിളക്കൊളുത്തി വെച്ചിട്ടുള്ളത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ഞാൻ തിരുമ്പാനും കാര്യങ്ങൾക്കൊക്കെ നോക്കി. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ അരിപ്പുട്ടും ഗോതമ്പ് പുട്ടും ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കടലക്കറി. അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മുടെ അവിടുത്തെ അമ്പലത്തിലെ പൂരാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ കുറേ ആണ്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ കരിങ്കാളിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടുകാർ ഓരോരുത്തരായിട്ട് നടത്തുന്ന ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് ഇത്. അത് കഴിഞ്ഞ് നേരെ ലഞ്ച് കഴിച്ചു. ലഞ്ചിനാണെന്നുണ്ടെങ്കിൽ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും കച്ചമ്പറൊക്കെ ആയിരുന്നു. അപ്പോൾ അച്ഛനാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കുന്ന ആൾ. അതുകൊണ്ട് നമുക്ക് പണി കുറവായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കളരിയിൽ നിന്ന് പൂരം എഴുന്നള്ളിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കളരി. അപ്പോൾ അവിടെ നിന്നാണ് പൂരം തുടങ്ങുക. അപ്പോൾ അത് കുറച്ച് നേരം കണ്ടു നിന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ്റെയൊക്കെ സെറ്റിൻ്റെ പൂരം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇന്ന് മേളും കാളിയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അച്ഛനെ കണ്ടു നോക്കുമ്പോൾ അപ്പുകുട്ടൻ എനിക്ക് ഓടാണ്. അപ്പൂനും വലിയ കാര്യത്തിൽ കോസ്റ്റ്യൂമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ വാശി പിടിച്ചിട്ട് ഒന്നിനും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല ആൾ. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ഇന്ന് തുള്ളാനുള്ള പരിപാടികളൊന്നും അല്ലല്ലോ, വെറും മേളായ കാരണം കൊണ്ട് കാളരെ വലിക്കുന്ന മത്സരത്തിലായിരുന്നു. ഒരാന ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇന്ന് നമ്മുടെ കളരിയിൽ നിന്ന് സാധാരണ ആന ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം പട്ടാമ്പി നേർച്ചയായതുകൊണ്ട് തന്നെ ആനയൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് പിന്നെ ചെറിയൊരു വെടിക്കെട്ടൊക്കെ ഉണ്ടായി.